എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നലെ ഡൽഹിയിൽ ഒരു മലയാളിയുടെ ശവം ഉയർത്തിയ ചോദ്യങ്ങളാണ്. ഒരുപാട് വേദനയോടും അതീവ ദുഃഖത്തോടും കൂടിയാണ് ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്. ഡൽഹിയിൽ ആരുമില്ലാത്ത ഒരു മലയാളി മരിച്ചപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ ശവം ചുമന്നത് 2 പുരോഹിതന്മാരും ഒരു ശുശ്രൂഷകനും ഒരു സംഘടനാ പ്രതിനിധിയും മാത്രമാണ്. ശവപ്പെട്ടിയുടെ പണം നൽകിയതോ ആ പുരോഹിതൻ. മരിച്ച വ്യക്തിക്ക് ആരുമില്ല, പണവും പദവിയുമില്ല എന്ന കാരണത്താൽ അവന്റെ മരണത്തിന് യാതൊരു വിലയുമില്ലെന്നാണോ പറയുന്നത്? എന്തൊരവസ്ഥയാണ് നാം ഉണ്ടാക്കിയിരിക്കുന്നത്. മരണത്തിന് പോലും ഒരു തരംതിരിവ്. ഈ തരംതിരിവ് കാണിക്കുന്നതിനെതിരെ ശക്തമായി മാനവികതയുടെ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. പണവും പേരും പെരുമയുള്ളവനുമായി മരിച്ചാൽ ആളുകൾ ഓടിക്കൂടും, കാത്തു നിൽക്കും, ക്യാമറകൾ വരും, മാധ്യമങ്ങൾ വരും, ശവസംസ്കാരം പ്രദർശനമാകും. എന്നാൽ പാവപ്പെട്ടവൻ മരിച്ചാലോ അവനോടൊപ്പം നിൽക്കാൻ ആരുമില്ല. 4 or 5 പേർ മാത്രം. ഇതാണ് ഇന്നലെ ഡൽഹിയിൽ സംഭവിച്ചത്. ലക്ഷക്കണക്കിന് വരുന്ന ഡൽഹി മലയാളികൾ ഈ വിവരം അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ തിരിഞ്ഞു നോക്കാതെ നടന്നതാണ് എനിക്ക് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടി വന്നത്. മനുഷ്യത്വമില്ലായ്മയുടെ തനി രൂപമാണിത്. അതിന് ന്യായീകരണങ്ങൾ പറയാൻ സമർത്ഥരാണ് പലരും. സമൂഹത്തിൽ വിഷാംശങ്ങൾ കലരുമ്പോൾ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നമുക്കറിയാം, മരണം എല്ലാവർക്കും ഒരേ സത്യമാണ്, ആണല്ലോ. മരണത്തിന് സൗന്ദര്യമുണ്ടെങ്കിൽ, സ്നേഹത്തിന് സൗന്ദര്യമുണ്ടെങ്കിൽ അവിടെ കുചേലനെന്നോ കുബേരനെന്നോ നോട്ടമില്ല. നോട്ടമുണ്ടോ? വിരൂപനെന്നോ സുന്ദരനെന്നോ നോട്ടമില്ല. അസോസിയേഷൻ മെമ്പറാണോ അതോ ഇനി ചർച്ച് മെമ്പറാണോ, ഇന്ന ജാതിയാണോ മതമാണോ അല്ലാത്തവനാണോ എന്നൊന്നും ഒരു നോട്ടമില്ല. അതാണ് മനുഷ്യത്വം, അതാണ് സ്നേഹം, അതാണ് ഹ്യൂമനിറ്റി. ഇവിടെ സ്വാർത്ഥമോഹികളുടെ ന്യായീകരണത്തിന് ഒരർത്ഥവുമില്ല. തന്നെയുമല്ല, ബാലിശ്യവുമാണ് താൻ. നിങ്ങൾ മനസ്സ് വളരട്ടെ. സ്വീകരിക്കുന്നവന്റെ യോഗ്യതയല്ല, പിന്നെയോ നൽകുന്നവന്റെ മനസ്ഥിതിയാണ് വലുത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് കൈവിടരുത് സഹാനുഭൂതി. നമുക്കറിയാലോ, നിവൃത്തികേടുള്ളവനെ ചൂഷണം ചെയ്ത് അവന്റെ ശവകുടീരത്തിനു മുകളിൽ സിംഹാസനം പണിത് ഇരുപ്പുറപ്പിക്കുന്ന അവസരവാദികളാണ് നന്മയുടെ അവസാന കണികയും ഇല്ലാതാക്കുന്നത്. നിഷേധിക്കാനാവുമോ? ഇതൊരു സത്യമാണ്. എങ്ങനെയുള്ളവരെയായി പരിശുദ്ധൻ എന്ന് നാം വിളിക്കേണ്ടത്? അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നും മുതലെടുപ്പ് നടത്താത്തവരെയാണ് വിശുദ്ധന്മാർ എന്ന് വിളിക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആരുമേതുമില്ലാത്ത ആ മലയാളികളുടെ ശവം ചുമന്നത് 2 പുരോഹിതന്മാർ. ഡൽഹിയിൽ ഒരു കാട് പോലെ തോന്നിക്കുന്ന തുഗ്ലക്കാബാദിൽ അസ്ഥികളേറിയ അവശിഷ്ടങ്ങൾക്കിടയിലാണ് മൃതദേഹം അടക്കം ചെയ്തത്. പണവുമില്ല, പദവിയുമില്ല. അതിനാൽ അവന്റെ മരണത്തിന് നമ്മൾ വില നൽകിയതുമില്ല. അതല്ലേ അതിൻ്റെ ശരി? ഇതെന്തൊരു അവസ്ഥയാണ്! ഇതെന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തൊരു മോശം മനോഭാവമാണ്! ആരാണ് നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? പണവും പദവിയും ഇല്ലെങ്കിൽ അവൻ ശവകുടീരത്തിന്റെ പേരിന് അർഹനല്ല, അതല്ലേ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത്? എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? ഈ ജന്മം നിങ്ങളുടെ മിടുക്കൊണ്ടുണ്ടായതാണോ? അല്ല, മറ്റൊരാളിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. പേര് മറ്റൊരാൾ ഇട്ടതാണ്, വിദ്യാഭ്യാസം മറ്റൊരാൾ തന്നതല്ലേ, ജോലി അത് മറ്റൊരാൾ തന്നതാണ്, ജീവിതം മറ്റൊരാളിലൂടെ ലഭിക്കുന്നതാണ്, അഭിമാനമോ അതും മറ്റൊരാൾ തരുന്നു. മരണശേഷം നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർ ഭാഗിച്ചെടുക്കുന്നു. അവസാന ക്രിയാകർമ്മങ്ങളും മറ്റുള്ളവർ നിർവഹിക്കുന്നു. ഈ മൂക്കിൽ പഞ്ഞി വയ്ക്കുന്നതും പെരുവിരലുകൾ കൂട്ടിക്കെട്ടുന്നതും ആരാ? നമ്മൾ തന്നെയാണോ?
ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം. മരിക്കുമ്പോഴെങ്കിലും ഒന്ന് ഓടി വരാനോ ഒരു ആശ്വാസവാക്ക് പറയാനോ നമുക്കാവുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇത്ര അഹന്ത? നിങ്ങളോടാണ് ചോദിക്കുന്നത്, പറയൂ. എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നതെന്ന്? ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ചിലതുണ്ട്. എന്താ അത്? സന്തോഷവും ആനന്ദവും സമാധാനവുമാണെന്ന് നമുക്കറിയാം. ഈ കാര്യം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. മരിച്ചു എന്നറിഞ്ഞിട്ടും സൗകര്യം ഉണ്ടായിരുന്നിട്ടും സഹകരിക്കാത്ത മനോഭാവം നമ്മുടെ സമൂഹത്തിന്റെ കറുത്ത കണ്ണാടിയാണ്. ഇവിടെ ആരും ചുമക്കാത്ത ശവങ്ങൾ, ആരും അറിയാത്ത കണ്ണുനീർ, ആരും കണ്ടില്ലെന്ന് നടിക്കുന്ന മനുഷ്യർ. അതാണ് നമ്മൾ. അത്രയുള്ളൂ മനുഷ്യർ. രാജാവായാലും ഭിക്ഷക്കാരനായാലും അഗ്നിനാളങ്ങൾക്കിരയാകേണ്ടവരാണ് അവർ. 6 അടി മണ്ണ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എന്തിനാ ഞാനെന്ന ഭാവവുമായി ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മരണമെന്നത് എത്ര വലിയ ശാന്തിയാണ്. മരണത്തിനുമുണ്ട് സൗന്ദര്യം. മരണമില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതാണ് അതിൻ്റെ സൗന്ദര്യം. ഈ സത്യം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഈ ഭൂമി നമ്മുടെ സ്ഥിരവാസ സ്ഥലമെന്ന് നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ മരണം നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ്. പക്ഷെ ആരെങ്കിലും അത് ഓർക്കാറുണ്ടോ? സ്വയം ജീവിതത്തെ ക്രമപ്പെടുത്താറുണ്ടോ? ഇല്ല എന്ന് പറയുന്നതാവും ശരി. പണമുള്ളവർക്ക് ശോഭിതമായ ശവസംസ്കാരം, പാവപ്പെട്ടവർക്ക് അങ്ങ് താഴെത്തട്ടിലോ അനാഥ ശവം എന്ന പേരിലോ അടക്കം ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത്. ഇന്നലെ നടന്ന ബാബു യോഹന്നാന്റെ ശവമടക്കിൽ നാം ഇത് മനസ്സിലാക്കി. ഇത് പക്ഷപാതമാണ്, വിവേചനമാണ്, അഹങ്കാരമാണ്. കുലമഹിമയും പറഞ്ഞു കിടക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരോട് പറയൂ, കുലമഹിമയല്ല, അധ്വാനമാണ് ആഢ്യത്വത്തിന്റെ അളവുകോലെന്ന്. ശവപ്പെട്ടിയുടെ ചെലവ് വഹിച്ച പുരോഹിതൻ സാക്ഷാൽ ദയാലുവാണ്, അനുഗ്രഹീതനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഞങ്ങൾ നിശബ്ദരാകില്ല. സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് ചോദ്യം ഉന്നയിക്കണം. ഒരു മനുഷ്യന്റെ അന്തിമയാത്രയ്ക്ക് പിന്നിൽ കണക്കുകൾ ഉണ്ടാകേണ്ടതില്ല. മനുഷ്യ സ്നേഹമാണ് ദൈവസ്നേഹം. അതാണ് ആദ്യം വേണ്ടത്. നനയാത്ത നിമിഷത്തിൽ മരണമുണ്ടായാൽ അത് കാണാൻ എത്ര പേരുണ്ടാകും? മരണം മരണമാകണം. അതിൻ്റെ സൗന്ദര്യത്തിന് നിറഭേദമില്ല. മരിച്ചാൽ ആ മൃതദേഹത്തോട് കാണിക്കേണ്ട പ്രാധാന്യവും ബഹുമാന്യവും വാത്സല്യവും അത്യന്തം മനുഷ്യാവകാശമാണ്. ഇനിയെങ്കിലും നാം മരിച്ചാൽ ജാതി മതഭേദമന്യേ ഉച്ചനീചത്വങ്ങളില്ലാതെ അന്യോന്യം സ്നേഹിച്ചും സേവിച്ചും ആശ്രയിച്ചും ഡൽഹിയിലെ കൂട്ടായ്മയ്ക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. മരിച്ച മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവകരങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ ചുമന്ന ആ 4 പേരുടെയും മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നെടുമ്പാറ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.